മെസ്സിയുടെ പെനാൾട്ടി ശാപം തുടരും. സോ ഇന്ന് കുറെ റെക്കോർഡ്സ് നമ്മുടെ മെസ്സിയാനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. വേൾഡ് കപ്പിലെ ടോപ്പ് സ്കോറർ. കൺഗ്രാറ്റുലേഷൻസ്. അതൊരു കിഡു ഗോളായിരുന്നു. സമ്മതിച്ചു തന്നേ പറ്റും. വേറെയും കുറെ റെക്കോർഡ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. വേൾഡ് കപ്പ് ഹിസ്റ്ററിയിൽ എനിക്കൊന്ന് 1936 എന്തോ തുടങ്ങിയതാണ്. 100 കൊല്ലം ആവാറായി. ഏറ്റവും കൂടുതൽ പെനാൾട്ടി മിസ്സാക്കിയതും അണ്ണനാണ്. ഏറ്റവും കൂടുതൽ പെനാൾട്ടി എടുത്തതും അണ്ണനാണ്. കങ്കാരു റിലേഷൻസ്. സോ അർജന്റീന വേഴ്സസ് ഓസ്ട്രിയ വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. ചുമ്മാ ഇരുന്ന് കണ്ടാണ്. സ്റ്റിൽ അൾജീരിയയെക്കാളും ബെറ്റർ ആയിരിക്കും എന്ന് വിചാരിച്ചു. കളി തുടങ്ങി. അർജന്റീനയുടെ കിടു അറ്റാക്ക് തുടക്കത്തിൽ പെനാൾട്ടി കിട്ടുന്നു. സോ കഴിഞ്ഞ വേൾഡ് കപ്പിലെ പോലെയല്ല. കഴിഞ്ഞ വേൾഡ് കപ്പിലെ എല്ലാ പെനാൾട്ടി ഫ്രോഡ് പരിപാടിയായിരുന്നു. എന്നാൽ ഇത് കറക്റ്റ് ഫൗളായിരുന്നു. മെസ്സി വരുന്നു. യൂഷ്വലി മെസ്സി പെനാൾട്ടി എടുക്കുമ്പോൾ ഒന്നെങ്കിൽ മാൾസിലോട്ട് അല്ലെങ്കിൽ മറ്റേ ആരാധകന്മാരുടെ മോന്തയിലോട്ടായിരിക്കും. ഇത്തവണ എനിക്ക് തോന്നുന്നു സൈഡിൽ ബോൾ പെറുക്കാൻ ഒരു ചങ്ങായി നിന്നുണ്ടായിരുന്നു. ആൾക്ക് തട്ടിക്കൊടുത്തതാണ്. ആ സ്നേഹം കണ്ട് പഠിക്കടാ. സോ പെനാൾട്ടി മിസ്സായതിനു ശേഷം പിന്നെ മെസ്സി കുറച്ച് റെസ്റ്റ്ലെസ് ആയിരുന്നു. എടേ എന്തൊക്കെ പറഞ്ഞ 2 ഗോൾ അടിച്ചു, ടോപ്പ് സ്കോറായി, എവറിത്തിങ് ഈസ് ഫൈൻ. ഒരു ലോഡ് ചാൻസ് ഇന്ന് മെസ്സി മിസ്സാക്കി. ഒരു ലോഡ്, ഐ റിപ്പീറ്റ്, ഒരു ലോഡ്. ആദ്യത്തെ 30 മിനിറ്റിൽ തന്നെ മെസ്സി ഹാട്രിക് അടിച്ചിട്ടുണ്ട്, ഇൻക്ലൂഡിങ് ദാറ്റ് പെനാൾട്ടി. അത് കഴിഞ്ഞു വേറൊരു ചാൻസ് കിട്ടി. ആള് മറ്റേ ഗോൾ കീപ്പറിനെ ഡ്രിബിൾ ചെയ്ത് പോകാൻ നോക്കി, അത് മിസ്സായി. വേറൊരു ചാൻസ് റീബൗണ്ട് വന്നു, ഓപ്പൺ പോസ്റ്റ്, ഗോൾ കീപ്പർ പോലും ഇല്ല, അത് മിസ്സാക്കി. പിന്നെയാണ് അണ്ണൻ ഗോൾ അടിച്ചത്. ഒരു കാര്യം പറയണം, മെസ്സി 500 ചാൻസ് മിസ്സാക്കിയാലും 501 തവണയും ബോക്സിന്റെ അവിടെ എത്തിക്കഴിഞ്ഞാൽ അർജന്റീനക്കാർ മെസ്സിക്ക് പാസ് കൊടുക്കും. ഇത് വല്ലാത്തൊരു അത്ഭുതമാണ്. ലിറ്ററലി ഐ എം ഷോക്ക്ഡ് ആൻഡ് ഐ എം വെരി ജെലസ് ഓഫ് ദാറ്റ്. അസൂയ തോന്നുകയാണ്. ലൗതാരോ മാർട്ടിനസ് പറഞ്ഞൊരു പഴം വിഴുങ്ങി അവിടെ നിൽക്കുന്നുണ്ട്. ആൾക്ക് ബോൾ കൊടുത്തില്ലെങ്കിൽ ഇവര് മെസ്സിയാണ് നോക്കണതേ. ആൻഡ് ദാറ്റ് ലീവ്, ആ ബോൾ ലീവ് ചെയ്ത്, എനിക്ക് അൽമാഡയാണോ ലീവ് ചെയ്ത് അറിയില്ല, ഞാൻ ശരിക്കും കണ്ടില്ല. അത് കിഡു സാധനമായിരുന്നു കേട്ടോ. അത് എനിക്ക് കിഡു ഫിനിഷ് ആയിരുന്നു. സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. ഫസ്റ്റ് ഹാഫ് ഓസ്ട്രിയയുടെ ഭാഗത്ത് നിന്ന് അറ്റാക്കും പരിപാടി ഒക്കെ ശോകമാണ്. ഓസ്ട്രിയ മാക്സിമം നോക്കുന്നത് സെറ്റ് പീസിൽ ഗോൾ അടിക്കാനാണ്. എങ്ങനെയെങ്കിലും ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ വന്നാൽ അപ്പുറത്തെ ടീമിന്റെ ഒരു കോണ്ടാക്ട് ഉണ്ടാക്കി ഒന്നെങ്കിൽ ഒരു ഫൗള് വിൻ ചെയ്യുക, അല്ലെങ്കിൽ ഒരു ത്രോ വിൻ ചെയ്യുക, ഒരു കോർണർ വിൻ ചെയ്യുക. സെറ്റ് പീസിൽ നിന്ന് എങ്ങനെയെങ്കിലും ഗോൾ അടിക്കാനാണ് നോക്കിയത്. നിർഗുണ കളിയായിരുന്നു കേട്ടോ. ഇവന്മാരെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ ഫൈനൽ തേർഡിലോട്ട് കൊടുക്കുന്ന ബോളോ ഒരൊറ്റ മനുഷ്യൻ ഇല്ലാത്ത സ്ഥലത്തേക്കായിരിക്കും അവർ ക്രോസ് കൊടുക്കുക, അല്ലെങ്കിൽ ക്രോസ് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കൂല. 1-0 തോറ്റ് നിൽക്കണു. 80-85 മിനിറ്റ് ആയ ലോകത്താരുടെ ഗോൾ കീപ്പർക്ക് പാസ് ഇട്ട് കൊടുക്കുക. ആൻഡ് ഗോൾ കീപ്പറെ ബോളും ചവിട്ടി ഇങ്ങനെ നിൽക്കുകയാണ്. എന്തോ വലിയ ഓസ്കാർ അവാർഡ് കിട്ടിയ പോലെ. വീണ്ടും ബാക്ക് പാസ്. പോർച്ചുഗലിനെ വെല്ലുമല്ലോ നിങ്ങളുടെ ബാക്ക് പാസ്. അവരുടെ മിഡ്ഫീൽഡൊന്നും അത്ര ക്രിയേറ്റീവ് അല്ല. ആകെ എനിക്ക് അവരില് 2 പേരാണ് ചത്ത് കളിച്ചു. ഒന്ന് സാബിച്ചറൊക്കെ മിഡ് കളിക്കുന്ന പ്ലെയർ അല്ലേ, ആൾക്ക് വിങ്ങിൽ പോയി കളിക്കുന്നു. പിന്നെ മറ്റേ ഡൺസോ പറഞ്ഞിട്ട് ഒരു സെന്റർ ബാക്ക്, CB ചിക്കൻ ബിരിയാണി അല്ലേ സെന്റർ ബാക്ക്. ബാക്കിയൊക്കെ വേസ്റ്റ് കളിയായിരുന്നു. എത്ര ചാൻസ് ഇടേ. സെക്കൻഡ് ഹാഫിലും മെസ്സിക്ക് ഒരു ഓപ്പൺ ചാൻസ്, പക്ഷെ അത് ഓഫ് സൈഡ് ആയിരുന്നു, അതും മെസ്സി മിസ്സാക്കി. മെസ്സിയുടെ ഒരു ലോഡ് തവണ ബോൾ മിസ്സായിട്ടുണ്ട്, കുറെ മിസ് പാസസ് നടത്തിയിട്ടുണ്ട്. എന്നാൽ ഇതിനെ പറ്റിയിട്ടൊന്നും ഒരൊറ്റ മനുഷ്യൻ സംസാരിക്കില്ല, ബിക്കോസ് ഹിസ് നെയിം ഈസ് ലിയണൽ മെസ്സി. എന്നാൽ ഇതേ നടന്നത് വേറൊരു ടീമിത്തെ വേറൊരു പ്ലെയർ ആയിക്കോട്ടെ, അവന്റെ ജാതകം വരെ ഇവിടെ ഓരോരുത്തന്മാർ എഴുതിയിട്ടുണ്ടാവും. വിരമിക്കണം, അവിടെ നിന്ന് ശരിയായില്ല, ഇവിടെ കുനിഞ്ഞ് ശരിയായില്ല. ആൻഡ് ഫബ്രീസിയോ ഒക്കെ മെസ്സി പെനാൾട്ടി മിസ്സായതിനെ പറ്റി ഒരു പോസ്റ്റ് ഒക്കെ ഇട്ടിരിക്കുന്നു. റൊണാൾഡോ തൂറിയന്റെ കളർ എന്താണ് പറഞ്ഞ ആ ചങ്ങായി പോസ്റ്റിലും. ബീയിങ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഈസ് നെവർ ഈസി. ബീയിങ് എ പോർച്ചുഗൽ പ്ലെയർ ഈസ് വെരി ഈസി. കാരണം ടീം തോറ്റാലും സമനിലയിലും കംപ്ലീറ്റ് ബ്ലെയിം എടുക്കാൻ വേണ്ടി അവിടെ ഒരു കൊടിമരം ഉണ്ട്. ഇത്രയും ചാൻസ് അന്ന് റൊണാൾഡോ മറ്റേ നൈജീരിയക്കെതിരെ ഇതേപോലെ 2-3 ചാൻസ് മിസ്സാക്കിയപ്പോഴേക്കും പെട്ടിക്കട വിരമിക്കണം, പെട്ടിക്കടയ്ക്ക് 40. ഈ 10-15 ചാൻസ് മെസ്സിക്ക് കിട്ടുന്ന റൊണാൾഡോയ്ക്ക് ഹീ ക്യാൻ ഓൾസോ സ്കോർ. ആൻഡ് ഐ ഹാവ് സീൻ പീപ്പിൾ സേയിങ് മെസ്സി ഒറ്റയ്ക്ക് കളിക്കുകയാണ്. മെസ്സി എന്താ ഗോൾ കീപ്പർ മറ്റേ എമി മാർട്ടിനസ്, പിന്നെ മെസ്സി പോയി സേവ് ചെയ്യട്ടെ. മറ്റേ ഒട്ടമെന്റിയും അതേപോലെ തന്നെ നമ്മുടെ ക്രിസ്ത്യൻ റൊമേറോ ഒക്കെ എന്തിനാണ് മെസ്സി പോയി ഡിഫെൻഡ് ചെയ്യട്ടെ. മെസ്സിക്ക് മറ്റേ സ്പൂണിൽ ഫീഡ് ചെയ്ത് കൊടുക്കുന്ന പോലെയാണ് അർജന്റീനിയൻ പ്ലേയേഴ്സ് ബോൾ ഇട്ട് കൊടുക്കുന്നത്.
ആൻഡ് ഇതൊക്കെ വേറെ വല്ലവരുടെ കാര്യമാണെങ്കിൽ 100 നാവാണ് 10,000 നാവാണ്. സോ അർജന്റീനയുടെ കളിയും വലിയ മെച്ചപ്പെട്ട കളിയൊന്നല്ല. അർജന്റീന നോക്കിക്കോ, വലിയൊരു ടീമിന്റെ ഒപ്പം കളി വരുമ്പോൾ ഡെഫിനറ്റ്ലി ഫുട്ബോൾ വേൾഡ് കപ്പിൽ യു ഡോണ്ട് ഹാവ് ബിഗ് ടീം സ്മോൾ ടീം അങ്ങനെയൊന്നുമില്ല, എല്ലാവരും സ്ട്രോങ് തന്നെയാണ്. പക്ഷെ കുറച്ചും കൂടി ഫിനിഷിംഗ് ഉള്ള ചാൻസസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ടീമായിട്ട് അർജന്റീന റിയൽ ആയിട്ട് എക്സ്പോസ് ആവുന്നത് അവിടെ. നോക്കിക്കോ ഇന്നത്തെ 90 മിനിറ്റ് എക്സ്ട്രാ ടൈമിൽ വരെ ഇവര് ബോൾ ക്ലിയർ ചെയ്ത് നേരെ പോയി കിട്ടിയത് മെസ്സിക്ക്. മെസ്സി റൺ എടുത്തു, അൽവാരസിന് പാസ് കൊടുത്തു, അൽവാരസിന്റെ പാസ് അടിച്ചത് സേവ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് മെസ്സിക്ക് പാസ് കിട്ടി, മെസ്സി അടിച്ചത് സേവ് ചെയ്തു, അത് വീണ്ടും റീബൗണ്ട് വന്നിട്ടൊക്കെ ഗോളാവുന്നു. എനിക്ക് മനസ്സിലാവില്ല. ദാറ്റ് ടീം ഈസ് റെഡി ടു ഡൈ ഫോർ മെസ്സി. അത് അത്ര എനിക്ക് പറയാനുണ്ട്. അത്ര വലിയ കളിയൊന്നും അർജന്റീനയുടെ ആയിട്ട് തോന്നിയില്ല. അർജന്റീന അത്ര വലിയ ചാൻസസ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ ഓസ്ട്രിയയുടെ ഒരു കാര്യം എനിക്ക് ഇഷ്ടമായത്, അൾജീരിയക്കാര് കളിച്ച പോലെ അൾജീരിയക്കാര് വീടിന്റെ വാതിൽ തുറന്നു കൊടുത്തിട്ട് കള്ളന്മാരുടെ അടുത്ത് വന്ന് കട്ടിട്ട് പൊക്കോ, ആ ഒരു ആറ്റിറ്റ്യൂഡ്. പക്ഷെ ഇവര് മെസ്സിക്കൊക്കെ ഒരു സ്പേസ് കിട്ടിക്കഴിഞ്ഞാൽ ഫൗൾ ഇടാൻ വരെ ഇവര് റെഡിയാണ്. ആ ഒരു കമ്മിറ്റ്മെന്റ് ആണ് വേണ്ടത്. പക്ഷെ ചാൻസസ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ പോറായിരുന്നു. മറ്റേ റാങ്നിക് നമ്മുടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലൊക്കെ ഉണ്ടായിരുന്നു അന്ന്, നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോ കളിക്കുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടായിരുന്നു അന്നത്തെ കളിയൊക്കെ. ഇങ്ങേരെ കോച്ചായിട്ട് അപ്പോയിന്റ് ചെയ്ത സമയത്ത് അങ്ങേര് ചാർജ് എടുത്തിട്ടില്ല, കോച്ചായിട്ട് അപ്പോയിന്റ് ചെയ്ത് ഇങ്ങനെ കളി കാണാൻ പറ്റും. അന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒരു പ്രസിംഗ് നടത്തിയിട്ടുണ്ട് മോനെ ഇയാളുടെ ഫ്രണ്ടിൽ വെച്ചിട്ട്. ഈ റാഷ്ഫോർഡ്, ക്രിസ്ത്യാനോ, പോഗ്ബ അവരൊക്കെ കളിക്കുന്ന സമയത്ത് അത് കിഡു സാധനമായിരുന്നു. പക്ഷെ അണ്ണൻ വേസ്റ്റ്. ഇങ്ങനെ ഹൈ പ്രസിംഗ് ഗെയിം കണ്ടിട്ട് ആദ്യത്തെ ഒരു 10 മിനിറ്റാണ് ഞാൻ ഹൈ പ്രസിംഗ് കണ്ടത്. പിന്നെ ഹൈ പ്രസിംഗും ഇല്ല, തേങ്ങയില്ല. അർജന്റീന ഇതിനേക്കാൾ നന്നായിട്ട് പ്രസ് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് കുറച്ചും കൂടി ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്ന വെച്ച് ഡെഫിനറ്റ്ലി ദിസ് വുഡ് ഹാവ് ബീൻ 1-1. ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു, പറഞ്ഞിട്ട് കാര്യമില്ല, പുറത്തേക്ക് ഹെഡ് ചെയ്ത് കളഞ്ഞു. പക്ഷെ നല്ലൊരു ടീമായിട്ട് കളി വരുമ്പോൾ ചാൻസസ് ഉണ്ട്. അർജന്റീന ഡെഫിനറ്റ്ലി എക്സ്പോസ് ആവും. എത്ര ചാൻസ് ഇടയും മിസ്സാക്കുന്നത്. ഇപ്പൊ നമ്മള് എല്ലാവരുടെ അടുത്തും തുല്യമായിട്ടുള്ള ഇത് കാണിക്കണം. ഒരാൾ മിസ്സാക്കി എന്നുള്ളത് പറയാനുള്ള ഒരു നട്ടല് വേണം. അതില്ലെങ്കിൽ പിന്നെ വായ മൂടിയിട്ടിരിക്കണം. എന്നാൽ ഇതിനെ പറ്റിയിട്ടൊന്നും ഒരാളും സംസാരിക്കാൻ പാടില്ല. എവിടെ വേണം സോഷ്യൽ മീഡിയ നോക്കിക്കോ, സോഷ്യൽ മീഡിയ എടുത്ത് നോക്കി ഇതിനെ പറ്റിയിട്ട് വിരലിൽ എണ്ണാവുന്ന പോസ്റ്റ് കണ്ടു. ബിക്കോസ് ഇറ്റ്സ് മെസ്സി ആയതുകൊണ്ട് പിന്നെ ഒരിടത്തനും സംസാരിക്കില്ല. മെസ്സി മറ്റേ എല്ലാവരെയും പാമ്പറിങ് കിഡ് ആണല്ലോ. എന്നാൽ ഇത് റൊണാൾഡോ ആയിക്കോട്ടെ, ഫ്രണ്ട്ലി മാച്ച് ആയിക്കോട്ടെ, റൊണാൾഡോ ഇത്രയും ചാൻസ് മിസ്സാക്കിയിട്ട് 2 ഗോൾ റൊണാൾഡോ അടിച്ചിരുന്നെങ്കിൽ പോലും റൊണാൾഡോ വിരമിക്കേണ്ട നേരമായി, റൊണാൾഡോ പെറ്റിക്കിടക്കാണ്. ഹൗ ക്യാൻ യു ബി സോ സ്റ്റുപ്പിഡ് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അത് സിമ്പിൾ ചാൻസ്, ഗോളി പോലും ഇല്ലാത്ത ഓപ്പൺ പോസ്റ്റ് വരെ മെസ്സി മിസ്സാക്കിയിട്ടുണ്ട്. എന്നിട്ട് അവസാനം ഹാട്രിക് അടിക്കാൻ വേണ്ടിയിട്ട് 5 മിനിറ്റ് എക്സ്ട്രാ ടൈം കൊടുത്തിട്ട് 6-7 മിനിറ്റ് ആയി. അടിച്ചോ, ഒരു ഫ്രീ കിക്ക് കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പൊ അതും കൂടി അടിച്ചിട്ട് കയറണമായിരുന്നു, ഒന്നും കൂടി രസമായേനെ. സി ഐ എം നോട്ട് അഗെയിൻസ്റ്റ് മെസ്സിക്ക് കളിക്കാൻ അറിയില്ല, അതൊന്നും ഞാൻ ഒരിക്കലും പറയും. ഹീസ് എ ലെജൻഡ്. അതൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത കാര്യം തന്നെയാണ്. മെസ്സി പണ്ട് കോപ്പ അമേരിക്കയില് പെനാൾട്ടി മാർച്ചിലേക്ക് അടിച്ചിട്ട് വിരമിച്ചു പോയപ്പോ ഐ വാസ് റിയലി സാഡ്. ഇങ്ങനത്തെ ഒരു ലെജൻഡ് ഒരിക്കലും ഡിസേർവ് ചെയ്യുന്ന ഒരു എൻഡിങ് അല്ലാതെ ഞാൻ അന്ന് വിചാരിച്ചിട്ടുണ്ട്. ആള് തിരിച്ചു വരണം വിചാരിച്ചിട്ടുണ്ട്. ഈ ഫാൻസിന്റെ തൊള്ള കാരണം നമ്മൾ പറയുന്നേ ഉള്ളൂ, അതായത് മെസ്സി വിരമിച്ച് തിരിച്ചു വന്നല്ലേ എന്ന്. ഐ ഹാവ് ഹ്യൂജ് റെസ്പെക്ട് ഫോർ ദാറ്റ് ഡേ, ബട്ട് യു ഷുഡ് ബി മ്യൂച്വൽ. എല്ലാ കാര്യത്തിലും മ്യൂച്വൽ റെസ്പെക്ട് കാണിക്കണം. ഒരാൾ മിസ്സാക്കി കഴിഞ്ഞാൽ അത് മിസ്സാക്കി എന്ന് പറയാനുള്ളത് കാണിക്കണം. അല്ലാതെ എല്ലാവരും കൂടി ഒരാളുടെ നെഞ്ഞത്തോട്ട് മാത്രം കയറരുത്. ഞാൻ മെസ്സിയൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, മെസ്സി ഒന്നും സബ്സ്റ്റിറ്റ്യൂട്ട് പോലും ചെയ്തില്ല. ആൻഡ് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ഓസ്ട്രിയൻ സൈഡിൽ അത്ര വലിയ കിടു പ്ലേയേഴ്സ് ഒന്നുമില്ല. അർണാട്ടോവിച്ച് ഒക്കെ വന്നപ്പോൾ എന്തൊക്കെയാണ് നടക്കും വിചാരിച്ചു. ഒരു പ്രോപ്പർ ആയിട്ടൊരു ക്രോസ് പോലും കൊടുക്കാൻ പറ്റുന്നില്ല. ഒരു പ്ലെയറിനെ ടാർഗറ്റ് ചെയ്ത് ബോൾ കൊടുക്കാൻ പറ്റുന്നില്ല. അവിടെ സാബിച്ചറൊക്കെ നിന്നിട്ട് നിലവിളിക്കാണ് ബോൾ താത്താവുണ്ട്. പിന്നെയും ബാക്ക് ഇവർക്ക് ആ മറ്റേ ബോക്സിന്റെ അവിടെ എത്തിയാ ഡയറക്റ്റ് ആയിട്ട് ഷോട്ട് എടുത്താൽ കുഴപ്പമില്ല, അതുപോലും ഇവർ ചെയ്യുന്നില്ലേ. സച്ച് എ ബോറിംഗ് ഗെയിം ആയിരുന്നു. ഇറ്റ്സ് വെരി ബോറിംഗ് ഗെയിം. മെസ്സി 2 ഗോൾ അടിച്ചു, ലീഡിങ് ടോപ്പ് സ്കോററായി, എവറിത്തിങ് ഈസ് ഫൈൻ. ആൻഡ് ഒരു ലോഡ് ചാൻസ് മിസ്സാക്കി, അത് അക്സെപ്റ്റ് ചെയ്യണം. നാളെ നമ്മുടെ അണ്ണന്റെ കളിയുണ്ട്, പോർച്ചുഗൽ വേഴ്സസ് ഉസ്ബെക്കിസ്ഥാൻ. എന്താവോ അത് ദൈവത്തിന് അറിയാം. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ കളി കാണുമ്പോഴും ഹാർട്ട് ബീറ്റിൽ അപ്പ് ടപ്പ് എന്നായിരുന്നു. ഉമ്മമാരുടെ കളി കാണുമ്പോഴും അതാ അവസ്ഥ. അറിയില്ല, ജയിക്കും തോന്നുന്നു. കാരണം ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായില്ല. നാളെ ചത്ത് കളിക്കും തോന്നുന്നു. ഇന്ന് ഫ്രാൻസിന്റെ കളിയുണ്ട്. ഫ്രാൻസ് 2:30
മേ ബി അറിയില്ല, നമ്മുടെ എംബുമോൻ ഗോൾ അടിച്ച് വീണ്ടും റെക്കോർഡ് മറികടക്കുമെന്ന് അറിയില്ല. ഡെഫിനറ്റ്ലി ഇൻ ഫ്യൂച്ചർ ഹി ഈസ് ഗോയിങ് ടു ബി ദ ടോപ്പ് സ്കോറർ. മേ ബി ഇത്തവണ നടന്നില്ലെങ്കിലും എനിക്കറിയില്ല, ചിലപ്പോൾ എംബാപ്പെ ഇത്തവണ തന്നെ മെസ്സി ഓവർടേക്ക് ചെയ്യും. പക്ഷെ ഇത്തവണ നടന്നില്ലെങ്കിലും ഇനി നെക്സ്റ്റ് വേൾഡ് കപ്പിന് ഹി വിൽ ബി ദ ടോപ്പ് സ്കോറർ. കാരണം എംബാപ്പയ്ക്ക് ഇനി കിടക്കുകയാണ്, ഇനി കളികൾ കിടക്കുകയാണ്. സോ അടുത്ത കളിയായിട്ട് വീണ്ടും വരാം.